എല്ലാവർക്കും നമസ്കാരം. ബാംഗ്ലൂസ് മലയാളത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് perchi.eth എന്ന് പറയുന്ന കലാകാരനായിട്ടുള്ള വ്യക്തി ഈ അടുത്ത്, അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പസിൽ അനൗൺസ് ചെയ്തു. ഈ പസിൽ വിൻ ചെയ്യുന്ന ആൾക്ക്, അതായത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയാം. അതായത് ഒരു പസിൽ എന്ന് പറയുന്നത് ഒരു ഫൊർഗോട്ടൺ സീഡ് ഫ്രേസ് ഉണ്ട്. അതായത് ഇയാളുടെ മെറ്റാമാസ്കിൻ്റെ സീഡ് ഫ്രേസ് മറന്നുപോയി. അപ്പം ഈ മറന്നുപോയ സീഡ് ഫ്രേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പസിൽ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വാലറ്റിൻ്റെ ഉള്ളിൽ 0.69 ETH വർത്ത് വരുന്ന, അതായത് ETH അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. സോ 0.069 ETH എന്ന് പറയുന്നത് എത്ര വാല്യൂ നമുക്ക് നോക്കാം. സോ ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് 0.69 ETH എന്ന് പറയുന്നത് അറൗണ്ട് 1,34,332 INR റുപ്പീസാണ്. സോ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പസിൽ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് കിട്ടും. ഇത് ആർക്കാണ് പങ്കെടുക്കാൻ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും, ഏതൊരു മനുഷ്യനും എല്ലാവർക്കും ഇത് പങ്കെടുക്കാൻ പറ്റുമെന്നാണ് പേർച്ചി പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം. ആ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു ഇമേജിൽ നിന്നാണ്. ആ ഇമേജ് നമുക്ക് കാണിക്കുന്നതായിരിക്കും. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 24 സീഡ് ഫ്രേസ്, വേർഡ്സിൻ്റെ സീഡ് ഫ്രേസ് നമ്മൾ കണ്ടുപിടിക്കുകയും അത് യഥാക്രമം നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുകയും ആ ഫണ്ട് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ആ ഇമേജ് തന്നിട്ടുള്ളത് ട്വിറ്ററിൽ ആ ഇമേജസ് തന്നിട്ടുണ്ട്. സോ ഇതാണ് ഇമേജ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഒരു ഹൈ റെസൊല്യൂഷൻ ഇമേജ് അല്ലാത്തത് കൊണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആളുടെ തന്നെ ലിങ്ക് ട്രീയിൽ പോയാൽ നമുക്ക് ഇതിൻ്റെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് കിട്ടും എന്നാണ്. ലിങ്ക് ട്രീയിൽ പോവുക, അതിൽ തന്നെ ബാംഗ്ലൂസ് ലൊക്കേഷൻ ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുന്നൊരു ലിങ്ക് ഉണ്ട്. അത് ലിങ്ക് ചെയ്യാം. ഇതെല്ലാം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുമ്പത്തെ ആർട്ട് വർക്കുകളാണ്. ടെമ്പിൾ ഓഫ് ദി ഫൊർഗോട്ടൺ സീഡ് ഫ്രേസ് എന്നാണ് ഇതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ 24 അക്കമുള്ള സീഡ് ഫ്രേസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാം ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിൻ്റെ ഒക്കെ കൾമിനേഷൻ, അതായത് അതിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കും ഈ 24 വേർഡ് സീഡ് ഫ്രേസ് എന്ന് പറയുന്നത്. സോ നോക്കാം, നമുക്ക് ഈ ഒരു ഇമേജ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും കുറേ ഹിഡൻ ആയിട്ടുള്ള കുറേ ഡീറ്റെയിൽസ് ഉണ്ടെന്നാണ് പേർച്ചി പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ വാതിലിൻ്റെ മുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വേർഡ്സ് കാണാൻ പറ്റും. ഇത്തരം വേർഡ്സിൽ നിന്ന് നമ്മൾ 24 സീഡ് ഫ്രേസ് കണ്ടുപിടിച്ച് അതിൻ്റെ കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് മെറ്റാമാസ്ക് തുറക്കാൻ പറ്റുമോ നോക്കണം. സോ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം 24 സീഡ് ഫ്രേസ് കണ്ടുപിടിക്കാൻ മാത്രമല്ല, അത് അതേ ക്രമത്തിൽ കറക്റ്റായിട്ട് ഓർഡറിൽ പ്ലേസ് ചെയ്താൽ മാത്രമേ ആ വാലറ്റ് ഓപ്പൺ ആവുള്ളൂ. സോ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ലെക്ക് എന്ന് പറയുന്ന ഫാക്ടർ കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു പസിൽ ടാസ്ക്കാണ് ഇത് ബേസിക്കലി. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഇമേജ് അല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇമേജ് തുറന്നു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വാലറ്റ് ഉണ്ടെങ്കിൽ, മെറ്റാമാസ്ക് ആയിക്കോട്ടെ, അപ്പോൾ നമുക്കൊരു വാലറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അതായത് മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഇതെടുക്കുക, മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ എടുക്കുക. എന്നതിന് ശേഷം നമ്മൾ മെറ്റാമാസ്ക് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ക്രോം വേർഷൻ എടുത്തിട്ട് ഇൻസ്റ്റാൾ മെറ്റാമാസ്ക് ഫോർ ക്രോം അടിക്കുക. അപ്പം നമുക്ക് വരുന്നത് ആഡ് ടു ക്രോം എക്സ്റ്റൻഷൻ ഉണ്ടാവും. അത് കൊടുക്കുക. ആഡ് ടു എക്സ്റ്റൻഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എക്സ്റ്റൻഷനായിട്ട് നമുക്ക് വാലറ്റ് ആഡ് ആയിട്ടുണ്ടാവും. സോ മെറ്റാമാസ്ക് ഓപ്പൺ ആവുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റാമാസ്കിൻ്റെ ടേംസും കാര്യങ്ങളൊക്കെ ആദ്യം റീഡ് ചെയ്ത് നോക്കുക. ടേംസ് ഓഫ് യൂസ് ഇവിടെ കാണാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ക്രിയേറ്റ് എ ന്യൂ വാലറ്റിന് പകരം നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ട് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റാണ്. ഇമ്പോർട്ട് ആൻ എക്സിസ്റ്റിംഗ് വാലറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുത്തതിന് ശേഷം ഐ അഗ്രി കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കാണാം ഇവിടെ 12 വേർഡ്സ് ഫ്രേസിന് പകരം 24 ആക്കണം. അപ്പോൾ നമുക്കിവിടെ ഇത്രയും അക്കങ്ങൾ കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഇതിലാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഈ ഒരു പോസ്റ്റിൽ നിന്ന് നമ്മൾ വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ ആ വേർഡ്സ് ഇപ്പോൾ വിസ്ഡം, റൂൾ,
ഡിസ്കവർ പോലുള്ള വാക്കുകൾ നമ്മൾ കാണാൻ പറ്റും. സോ ഇതിൽ നമ്മളിങ്ങനെ തപ്പി കണ്ടുപിടിക്കണം വേർഡ്സ്. എന്നിട്ട് ആ വേർഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ 24 അക്കം ആ ഒരു ക്രമത്തിൽ, അപ്പം നമ്മൾ ആ ഒരു ക്രമത്തിൽ നമ്മൾ ആ വേർഡ്സ് കണ്ടുപിടിച്ച് ഓരോ വേർഡ്സും ഇവിടെ നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ വെച്ച് നോക്കുക. എന്നിട്ട് അത് വെച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം സീക്രട്ട് റിക്കവറി ഫ്രേസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളത് അൺലോക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ ഈ പസിൽ വിജയിക്കും. ഈ ഒരു പസിലൂടെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത് അറൗണ്ട് 1 lakhന് എബവ് ഉള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു പസിലാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.